കലിപ്പൻ സാറിന്റെ കുറുമ്പി പെണ്ണ്. രചന നിലാവിനെ പ്രണയിച്ചവൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. നീയൊക്കെ പഠിക്കാൻ തന്നെയാണോ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നേ? പഠിക്കാൻ വൈകി നിനക്കൊക്കെ വീട്ടിൽ തന്നെ ഇരുന്നാ പോരെ? സെമസ്റ്റർ എക്സാമിന്റെ പേപ്പർ ശിശിരക്ക് നേരെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഹരി ചീറി. ആ വലിച്ചെറിഞ്ഞ പേപ്പർ നിലത്തുനിന്നെടുത്തു ശിശിര. ഞാനിതെത്ര കണ്ടിരിക്കുന്നു ബാല എന്ന ഭാവത്തിൽ അവൾ അവനെ നോക്കി. നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവൾ നോക്കി പിറിവിരുത്തുകൊണ്ട് അവൻ മറ്റു കുട്ടികളുടെ നേർക്ക് തിരിഞ്ഞു. ഡി നിനക്കെത്രയുണ്ട്? അടുത്തിരിക്കുന്ന അഞ്ചു ശിശിരയെ തോണ്ടിക്കൊണ്ട് ചോദിച്ചു. 100-20. ദയനീയമായി തന്റെ കയ്യിലിരിക്കുന്ന പേപ്പറിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അപ്പൊ നിന്നേക്കാൾ ഭേദം ഞാൻ തന്നെ. നിനക്കെങ്ങനെയാടി എന്നേക്കാൾ 8 മാർക്ക് കൂടുതൽ കിട്ടിയത്? അഞ്ജുവിന്റെ പേപ്പറിലേക്ക് അസൂയയോടെ നോക്കിക്കൊണ്ട് ശിശിര ചോദിച്ചു. കഷ്ടപ്പെട്ട് ഉറക്കം പോലും ഇല്ലാണ്ട് പഠിച്ചതാ. എന്തോ അവിടെ ആ മറുപടിയിൽ വിശ്വാസം വരാതെ ശിശിര അവളെ തറപ്പിച്ച് നോക്കി. ദീപ 28. എടോ തനിക്കൊക്കെ ജയിക്കാനുള്ള മാർക്കെങ്കിലും വാങ്ങിക്കൂടെ? കയ്യിലിരിക്കുന്ന പേപ്പർ ദീപക്ക് നേരെ നീട്ടിക്കൊണ്ട് ഹരി ചോദിച്ചു. മോളെ അഞ്ജു, നിനക്ക് എങ്ങനെ 28 മാർക്ക് കിട്ടിയെന്നാ പറഞ്ഞ്? കഷ്ടപ്പെട്ട് പഠിച്ചിട്ടല്ലേ? സത്യം പറടി. അഞ്ജുവിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് ശിശിര ചോദിച്ചു. അയ്യോ വിട് വിട്, ഞാൻ പറയാം. അവളിലുള്ള പിടി വിടുവിച്ചുകൊണ്ട് അഞ്ജു പറഞ്ഞു. ഞാൻ എക്സാമിന് ദീപയുടെ അടുത്തേ ഇരുന്നേ. അവൾക്കൊരു ചിക്കൻ ബിരിയാണി ഓഫർ ചെയ്തപ്പോൾ അവൾ ഫ്ലാറ്റ്. പിന്നെ അവൾ എഴുതിയ പേപ്പറെല്ലാം എനിക്ക് തന്നു. പിന്നെ ചറവറാന്ന് ഒറ്റ എഴുത്തല്ലായിരുന്നോ? എന്തോ വലിയ കാര്യം ചെയ്ത പോലെ പറയുന്നവളെ ശിശിരം എഴിച്ചു നോക്കി. ഇതെന്ത് ജന്മം? എടി നിനക്ക് 20, എനിക്ക് 28. പറഞ്ഞിട്ടെന്താ, നമ്മൾ രണ്ടും തോറ്റു. അപ്പൊ പിന്നെ സെയിം പിഞ്ച്. ശിശിരയുടെ കയ്യിലൊന്ന് പിച്ചിക്കൊണ്ട് അഞ്ജു പറഞ്ഞു. എന്തായാലും ആ ദീപക്കും കിട്ടി വയറ് നിറച്ച്. ആഹാ എന്താ സുഖം. കൂട്ടിനൊരാളെ കിട്ടിയ സന്തോഷത്തിൽ ശിശിര പറഞ്ഞു. അവളുടെ സന്തോഷത്തിൽ അഞ്ജുവും പങ്കുചേർന്നു. അവരുടെ സന്തോഷത്തിന് വോൾട്ടേജ് കുറച്ച് കൂടിപ്പോയപ്പോൾ ഹരി രണ്ടിനെയും ഗെറ്റ് ഔട്ട് അടിച്ചു. ഞങ്ങളുടെ തറവാട്ടിൽ പോയിട്ട് വരാം. അടുത്തിരിക്കുന്ന കവിതയുടെ ചെവിയിലായി പറഞ്ഞു അഞ്ജു. ശേഷം യാതൊരു കുലുക്കവുമില്ല പുറത്തേക്ക് നടന്നു രണ്ടും. ഇത് ഇന്നും അവിടെ പതിവാണ്. അതുകൊണ്ട് തന്നെ ആർക്കും വലിയ അതിശയമൊന്നും തോന്നിയില്ല. അഞ്ജുവിനും ശിശിരക്കും പുറത്ത് നോക്കുത്തികളായി നിൽക്കുന്നത് വലിയ ഇഷ്ടമാണ്. സ്വന്തം തറവാട്ടിൽ നിൽക്കുന്ന ഒരു ഫീലാണെന്നാണ് അവർ പറയുന്നത്. എല്ലാവർക്കും പേപ്പർ കൊടുത്ത് ഹരി ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഹരി ക്ലാസ് എടുത്തോട്ടല്ലേ, അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. ഇവിടെ ഇപ്പൊ മാതാവും പിതാവും ഇല്ലാത്ത സ്ഥിതിക്ക് ഗുരുവായ ഹരിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് ഹരികൃഷ്ണൻ, ആ കോളേജിലെ മാത്സ് അധ്യാപകനാണ്. അച്ഛൻ, അമ്മ, ചേച്ചി, സന്തുഷ്ട കുടുംബം. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു, ഒരു മകളുണ്ട്. ആളെ പറ്റി പറയാനാണെങ്കിൽ ആളൊരു ചൂടനെന്നോ കലിപ്പനെന്നോ വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഗെറ്റ് ഔട്ട് അടിച്ച രണ്ടിനെയും അവന് കണ്ണീർ തീരെ പിടിക്കില്ലെന്നേ. പിന്നെ പുറത്തു നിൽക്കുന്ന രണ്ടും കണക്കാ. ആദ്യം ശിശിരിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അച്ഛൻ, അമ്മ, ചേട്ടൻ, ഉത്തമ കുടുംബം. ചേട്ടനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, വഴിയെ പറയാം. ദേ തൊട്ടടുത്ത് നിൽക്കുന്ന ലെവൽ 5. അവളാണ് ശിശിരയുടെ ചങ്കും കരളും. അച്ഛൻ, അമ്മ, ചേച്ചി അടങ്ങുന്നതാണ് അഞ്ജുവിന്റെ കുടുംബം. രണ്ടുപേരും BSc ഫിസിക്സ് 3rd ഇയർ ആണ്. പണ്ടേ ശിശിരയ്ക്ക് മാത്സ് എന്നൊരു ബാലികാറാമലയാണ്. അതിന്റെ കൂടെ ഹരിയും കലിപ്പും. പിന്നെ പറയണ്ടല്ലോ ആളുടെ അവസ്ഥ. ബാക്കി വിഷയങ്ങൾ അവൾ തട്ടിമുട്ടിയൊക്കെ പാസ്സാവും. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് അഞ്ജുവിന്റെ അവസ്ഥ. ഇവരുടെ ക്ലാസ്സിലെ പഠിപ്പിയാണ് ആര്യ. അതുകൊണ്ട് തന്നെ അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. തരം കിട്ടുമ്പോൾ അഞ്ജുവിനെയും ശിശിരയും കളിയാക്കാറുണ്ട് അവൾ. അഞ്ജുവിനും ശിശിരക്കും പിന്നെ പഠിക്കുന്ന കുട്ടികളെ പണ്ടേ വലിയ പിടുത്തമില്ല. അസൂയ കൊണ്ടൊന്നല്ല കേട്ടോ. പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ ഹരിക്ക് ആര്യ വലിയ കാര്യമാണ്. ഡി അഞ്ജു, നീ എന്നാടി എന്നോട് പറയാ പുതിയ നെയിൽ പോളിഷ് വാങ്ങിയത്? അഞ്ജുവിന്റെ കയ്യിൽ നെയിൽ പോളിഷിലേക്ക് നോക്കിക്കൊണ്ട് ശിശിര ചോദിച്ചു. എന്റെ കസിൻ തന്നതാ, എങ്ങനെയുണ്ട്? കൈകൾ ഉയർത്തിക്കൊണ്ട് അഞ്ജു ചോദിച്ചു. ഇതിനേക്കാൾ നല്ല നീ കുറച്ച് ചാണകം വാരി പൂശുന്നായിരുന്നു. പുച്ഛത്തോടെ അഞ്ജുവിന്റെ കയ്യിലേക്ക് നോക്കിക്കൊണ്ട് ശിശിര പറഞ്ഞു. നിനക്ക് പിന്നെ ഒട്ടും കുശുമ്പില്ലാത്തോണ്ടൊരു കുഴപ്പമില്ല. ശിശിരയെ നോക്കി ചിരിയോടെ പറഞ്ഞു അഞ്ജു. അപ്പോഴാണ് ബോർഡിൽ എന്തോ എഴുതുന്ന ഹരിയെ രണ്ടും കാണുന്നു. വാദിയാർ പഠിപ്പിക്കാൻ തുടങ്ങി. ആര്യപുരാണം തീർന്നെന്ന് തോന്നുന്നു. അതെ അതുകൊണ്ടാണല്ലോ എന്തൊക്കെയോ എഴുതി കൂട്ടുന്നത്. എന്തുപടി അഞ്ജു അങ്ങനെ എഴുതുന്നേ? ബോർഡിലേക്ക് എത്തി നോക്കിക്കൊണ്ട് ശിശിര ചോദിച്ചു. കൂട്ടാനും കുറക്കാനും അല്ലാതെ എനിക്കൊന്നും അറിയില്ല. നിനക്ക് അറിയില്ല എൻ്റെ ശിശിരെ. ഹരിക്കാൻ പോലും എനിക്കറിയില്ല. വേണ്ട കേട്ടോ, മോൾ ആ ഭാഗത്തേക്ക് നോക്കണ്ട. അഞ്ജുവിന്റെ തല പിടിച്ച് മാറ്റിക്കൊണ്ട് ശിശിര പറഞ്ഞു. ഇങ്ങനെ ഒരു ചൂടനാണെങ്കിലും കാണാനൊടുക്കത്തെ ലുക്കല്ലേടി. ഹരി അടിമുടിയെ നോക്കിക്കൊണ്ട് ശിശിര പറഞ്ഞു. എന്നാലും എൻ്റെ ശരത്തേടൻ്റെ അത്രയ്ക്കൊന്നും വരില്ല. അഞ്ജു നാളത്തോടെ പറഞ്ഞു. ഇലക്ട്രിക് കമ്പിൽ ഷോക്കേറ്റ കാക്കയെ പോലിരിക്കുന്ന അവനോ? ശിശിര ആത്മ. മര്യാദ ക്ലാസ് ഇരുന്നെങ്കിൽ ഇങ്ങനെയുടെ ചോരെങ്കിലും ഊറ്റായിരുന്നു. ശിശിര സങ്കടത്തോടെ പറഞ്ഞു. ഡി സാറ് നോക്കുന്നുണ്ട്. ക്ലാസ്സിൽ നിന്ന് അവർ നോക്കി ദയിപ്പിക്കുകയാണ് ഹരി. ഇങ്ങേരെന്താടി നമ്മളെ കാണുമ്പോൾ ചെകുത്താൻ കുരിശാണെന്ന പോലെ നോക്കുന്നത്? എന്നെ നോക്കുന്നത് പിന്നെയും കുഴപ്പമില്ല. നിന്നെ പിന്നെ കളിയാങ്കാടി നീര് നേരിട്ട് അങ്ങേര് മുമ്പിൽ വന്നിരുന്ന എങ്ങനെ അമ്മാതിരി നോട്ടല്ലേ നോക്കുന്നേ? വയറും പൊത്തി ചിരിക്കുവാണ് അഞ്ജു. ഡി കൂടുതൽ എന്നെ ചൊറിയാൻ നിന്നാലേ നിന്നെ ഇവിടെ തള്ളി ഞാൻ താഴെയിടും, പറഞ്ഞേക്കാം. അഞ്ജുവിനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു ശിശിര. അത് കേട്ടപ്പോൾ അഞ്ജുവിന്റെ ചിരി സ്വിച്ചിട്ട പോലെ നിന്നു. പറഞ്ഞ പോലെ ചെയ്യുന്ന പെണ്ണാ.
ജനിച്ചപ്പോഴേ ബുദ്ധിയും ബോധം കുറച്ച് കുറവാണേ. എന്തിനാ ഞാൻ വെറുതെ അവളെ ഒരു കൊലപാതകയാക്കുന്നത്? തൽക്കാലം മിണ്ടാ നിൽക്കാം, അതാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. അടുത്ത് നിൽക്കുന്ന ശിശിരയെ നോക്കി ഉമിനീരിറക്കിക്കൊണ്ട് അഞ്ജു മനസ്സിൽ പറഞ്ഞു. ഹരി ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ കാണുന്നത് അഞ്ജുവിന്റെ കയ്യിലെ നെയിൽ പോളിഷ് ചുരണ്ടിക്കൊണ്ട് നിൽക്കുന്ന ശിശിരയാണ്. ഡിഡി നോക്ക് സാറ്, അഞ്ജു ശിശിരയെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു. ശിശിര നോക്കുമ്പോൾ തങ്ങളെ നോക്കി ദേഷ്യത്തോടെ നിൽക്കുന്ന ഹരിയാണ് കാണുന്നത്. അവനെ കണ്ടതും പെട്ടെന്ന് അവൾ നിഷ്കുഭാവത്തിൽ അനുസരണയോടെ നിന്നു. നിനക്കൊക്കെ ഇങ്ങോട്ട് ഇട്ടെടുക്കാതെ പോലെ ബ്യൂട്ടി പാർലറും പോയിക്കൂടെ? നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ള പണിയതാ, അല്ലാതെ പഠിത്തമല്ല. പുച്ഛത്തോടെ ശിശിരയെ നോക്കി പറഞ്ഞവൻ. അയ്യോ സാറ് പോവാറുണ്ടോ പാർലറിൽ? രേവതിയിലാണോ അമ്മൂസിലാണോ പോവാറ്? അമ്മൂസിലാട്ടോ ത്രെഡിങ് ഫേഷ്യൽ നന്നായിട്ട് ചെയ്യുന്നത് അല്ലേടി? അടുത്ത് നിൽക്കുന്ന അഞ്ജുവിനെ തട്ടിക്കൊണ്ട് ശിശിര ചോദിച്ചു. അതെ അതെ അമ്മൂസ നല്ലേ. ഹരിയുടെ അറച്ചേ രണ്ടും ഞെട്ടി പണ്ടാരടങ്ങി. അയ്യോ ഭൂമി ഒരുക്കം, അഞ്ജു ശിശിരയുടെ ചെവിയിലായി പറഞ്ഞു. ഇപ്പൊ തന്നെ രണ്ടിനും കൂടെ ഓഫീസ് റൂമിലേക്ക് വരണം. അവര് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് ഹരി പറഞ്ഞു. നീ മുന്നേ പോ, ഞാൻ പുറകെ വരാം. വേണ്ട നീ മുന്നേ പോ, ഞാൻ പുറകെ വരാം. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കിക്കുന്നവരെ കാണെ ഹരിക്ക് ദേഷ്യം വന്നു. ഇങ്ങോട്ട് വാടി. ശിശിരയുടെ കൈയും പിടിച്ച് വലിച്ച് മുന്നോട്ട് നടന്നവൻ. ജാങ്കോ നീ അറിഞ്ഞോ ഞാൻ പെട്ടു എന്ന എക്സ്പ്രഷൻ ആയിരുന്നു ശിശിരയുടെ മുഖത്തപ്പോൾ. നിനക്ക് നല്ലതേ വരും, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു മകളെ എന്നവൾ നോക്കി കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അഞ്ജു പുറകെ നടന്നു. ഓഫീസ് റൂമിലേക്ക് എത്തിയപ്പോൾ ഹരി ശിശിരയെ പിടിച്ച് മുന്നിലേക്ക് ആഞ്ഞു തള്ളി. ആ സമയം അവിടെ എല്ലാ അധ്യാപകരും ഉണ്ടായിരുന്നു. എന്താ എന്താ ഹരി? ശിശിരയുടെയും അഞ്ജുവിനെയും ക്ലാസ് ഇൻചാർജായ ഹേമന്ത് അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. എത്രയാന്ന് വെച്ചാൽ ഹേമന്തിനൊക്കെ സഹിക്കുന്നത്? വാണിംഗ് കൊടുത്തു, ദേഷ്യപ്പെട്ടു, ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി, എന്നിട്ടും അനുസരിക്കില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? ദേഷ്യത്തോടെ അതിലുപരി സങ്കടത്തോടെ ഹരി രണ്ടിനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. രാമേട്ട തേർഡ് ഇയർ BSc ഫിസിക്സിൽ ആര്യയോട് വരാൻ പറ. അവിടുത്തെ പ്യൂണാണ് രാമൻ. ശരിയും തലയാട്ടി രാമൻ പുറത്തേക്ക് പോയി. ഹരി എന്തു കുരുത്തക്കേടാ രണ്ടും ഒപ്പിച്ച്? ഹേമന്ത് ദേഷ്യത്തോടെ അഞ്ജുവിനെയും ശിശിരയും നോക്കി ഹരിയോട് ചോദിച്ചു. എടി അതിന്റെ ഉത്തരം ഇങ്ങനെ പറയില്ല. അടുത്ത് കേൾക്കുന്ന അഞ്ജുവിനെ നോക്കി ശിശിര പറഞ്ഞു. അതെന്താ? എങ്കിൽ സാറ് പാർലറിൽ പോകുന്ന എല്ലാവരും അറിയില്ലേ? അടങ്ങി നിൽക്കടി, മനുഷ്യനെ വരച്ചിട്ട് നിൽക്കാൻ മേല. അപ്പോഴവിടെ ഒരു പൊട്ട കോമഡി. ചുറ്റും കൂടി നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് പേടിയോട് അഞ്ജു പറഞ്ഞു. നിങ്ങളൊന്ന് ഒപ്പിച്ച്? ഹരി ഗൗരവത്തോടെ രണ്ടിനെയും നോക്കി ചോദിച്ചു. ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ നിഷ്കുഭാവത്തിൽ നിൽക്കുന്നുണ്ട് രണ്ടും. കുറച്ചു കഴിഞ്ഞതും ആര്യ അങ്ങോട്ട് വന്നു. അവളെ നോക്കി നല്ലൊരു ചിരി അങ്ങ് പാസ്സാക്കി ശിശിര. ഈ നിൽക്കുന്ന ആര്യക്ക് നിന്റെയൊക്കെ പ്രായമല്ലേ ഉള്ളൂ, എന്നിട്ട് എത്ര നന്നായിട്ടാ അവൾ പഠിക്കുന്ന അധ്യാപകരോട് പെരുമാറുന്നു. നീയൊക്കെ ഇവളെ കണ്ടു പഠിക്കണം. ഹരി ആര്യയെ ചൂണ്ടി അവരോട് പറഞ്ഞു. ഡീ അഞ്ജു, ആര്യപുരാണം കഴിഞ്ഞില്ല കേട്ടോ. അടുത്ത് നിൽക്കുന്ന അഞ്ജുവിന്റെ ചെവിൽ പതിയെ പറഞ്ഞു ശിശിര. അഞ്ജു നീ പഠിക്കാൻ കഴിവുള്ള കുട്ടിയാ. ഹരിയുടെ വാക്കുകൾ കേട്ട അഞ്ജു ഞാനോ എപ്പോ എന്ന എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുവാണ്. നിന്നെ വഴിതെറ്റിക്കുന്ന ഈ അഹങ്കാരിയാ, ശിശിരയെ ചൂണ്ടി ഹരി പറഞ്ഞു. ഇനി മേലിൽ നീ ഇവളായിട്ട് കൂട്ടുകൂടി നടക്കുന്ന ഞാൻ കണ്ടാ അറിയാലോ നിനക്കെന്നെ. അഞ്ജുവിനെ നോക്കി ദേഷ്യത്തോടെ ഹരി പറഞ്ഞു. ശേഷം ശിശിരയുടെ നേർക്ക് തിരിഞ്ഞു. നീയോ പഠിക്കുന്നില്ല, പഠിക്കുന്ന കുട്ടികളെങ്കിലും വെറുതെ വിട്. ഓരോരോ ശല്യങ്ങളും മനുഷ്യനെ മെനക്കിടത്തടി രാവിലത്തിന് ഇറങ്ങിക്കോളും. വലവനെ താലിയും കഴുത്തിലിട്ട് ഏതൊരു അടുക്കളയിൽ കിടന്ന് അറിയിക്കാനാ നിന്റെയൊക്കെ യോഗം. ശിശിരയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു ഹരി. എന്തോ അതുവരെ മിണ്ടാതെ നിന്ന് ശിശിരക്ക് അവല ആ വാക്കുകൾ വല്ലാത്ത വേദനയുണ്ടാക്കി. അഞ്ജു നീ ആരിക്കൊപ്പം ക്ലാസ്സിലേക്ക് പോ. സർ അത് ശിശിര പേടിയോട് അഞ്ജു ഹരിയോട് പറഞ്ഞു. ശിശിര ഉണ്ടെങ്കിൽ നീ ക്ലാസ്സിൽ പോകത്തുള്ളൂ? അല്ല സർ അത് ഞാൻ വിക്കി പറഞ്ഞവൾ. അവന്റെ മുഖത്തെ ദേഷ്യം കണ്ട് ശിശിരയെ നോക്കി മനസ്സിലാ മനസ്സോടെ ആര്യക്കൊപ്പം അവൾ നടന്നു. പോകുന്നതിന് മുമ്പ് ആര്യ ശിശിരയെ നോക്കിയൊന്നും പുച്ഛിക്കാനും മറന്നില്ല. ശിശിരയുടെ നിറഞ്ഞ മിഴികൾ കണ്ട് ഹേമന്തിനൊരു വല്ലായ്മ തോന്നി. ശിശിര കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നിന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലൊന്നും ഉണ്ടാവരുത് കേട്ടോ. സൗമ്യമായി അവളെ നോക്കി പറഞ്ഞു ഹേമന്ത്. നോ സർ, ഇനി ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല ഇതുപോലെ, അവൾ ഇടർച്ചയോടെ പറഞ്ഞു. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ ഹേമന്ത് അവളോട് ക്ലാസ്സിലേക്ക് പോയിക്കോളാൻ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. അത് കണ്ട് അവൾ അവിടുന്ന് പതുക്കെ നടന്നകന്നു. ഹരിയുടെ മുഖം അപ്പോഴും ദേഷ്യത്താൽ ചുവന്ന് തന്നെ ഇരുന്നു. ഹരി എന്താണ് ഇതൊക്കെ? ചെറിയൊരു നീരസത്തോടെ ഹേമന്ത് ചോദിച്ചു. അവൾക്ക് ആരോട് എന്തു ആവാന്നുള്ള ഭാവ, ഞാനവിടെ സാറാണെന്ന ബോധം വേണ്ടേ? അഹങ്കാരി. പലികൾ ഞെരിച്ചുകൊണ്ട് ഹരി പറഞ്ഞു. എടാ പ്രായത്തിന്റെ എടുത്തിടത്തിൽ കാണിക്കുന്ന കുറുമ്പായിട്ട് കണ്ടാ പോരാ ഹരി നിനക്കിതൊക്കെ. നീ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കാണിച്ചില്ല തെമ്മാടിത്തരത്തിന്റെ ഒരംശം പോലും അവൾ കാണിക്കുന്നില്ല. പിന്നെ നീ അഞ്ജുവിനെ സംരക്ഷിച്ച് ശിശിരെ മോശക്കാരാക്കി സംസാരിച്ച് തീരെ ശരിയായില്ല. രണ്ടുപേരും ഒരുപോലെ തെറ്റ് ചെയ്തവരാ, അപ്പൊ ഒരുപോലെ ശിക്ഷിക്കണമായിരുന്നു. നീ എന്തൊക്കെ പറഞ്ഞ അവൾ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും എന്റെ മനസ്സിലുള്ള അവളോട് ദേഷ്യം മാറാൻ പോകുന്നില്ല. നിന്റെ പ്രശ്നം എന്താണെന്ന് നിനക്കറിയാമായിരിക്കും, ഈഗോ. നിനക്കത് ഉള്ളിടത്തോളം കാലം നീ ഇങ്ങനെ പെരുമാറൂ. ഹരിയെ നോക്കി ദേഷ്യത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് ഹേമന്ത് അവിടുന്ന് പോയി. വീട്ടിലേക്ക് പോയ ഉടനെ തോളിൽ കിടന്ന ബാഗ് സോഫയിലേക്ക് വലിച്ചെറിഞ്ഞ് ശിശിര ശേഷം മുറിയിൽ കയറി വാതിലടച്ചു. ഇവളുടെ ദേഹത്തെന്താ ബാധ കയറിയോ? അവളുടെ പോക്ക് നോക്കി അവളുടെ അമ്മ രാധ പറഞ്ഞു. ഡാ ശരത്തെ മതി തിന്ന്, നേരം കുറെ ആയില്ലേ ഈ തീറ്റ തുടങ്ങിയിട്ട്.
എന്താ കാര്യം എന്നറിയില്ല. വാതിലും വലിച്ചടച്ച അകത്തിരിപ്പുണ്ട് ഒരുത്തി. നീ പോയി ചോദിക്ക എന്താ കാര്യം. ഓ, ഞാൻ ഈ ചിപ്സും തിന്നോട്ടെ അമ്മ. എന്നൊരു ടേസ്റ്റ് ആണെന്നറിയാ. പാത്രത്തിലിരിക്കുന്ന ചിപ്സും തിന്നുകൊണ്ട് പറയുകയാണ് ശരത്ത്. ശരത്ത് ആരാണെന്ന് പറഞ്ഞില്ലല്ലോ, നമ്മുടെ ശിശിരയുടെ ഒരേ ഒരു ചേട്ടൻ. പോത്തുപോലെ വളർന്നിട്ട് തീറ്റിക്കൊരു കുറവില്ലല്ലോടാ. അവന്റെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് രാധ പറഞ്ഞു. അമ്മ കേട്ടിട്ടില്ലേ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു, തിന്നാലും വളരും തിന്നില്ലേലും വളരും, തിന്നാ വിളയും തിന്നില്ലേയും വളയും. തൽക്കാലം എനിക്ക് വളയാൻ താല്പര്യമില്ല. എടാ ദ്രോഹി, കുഞ്ഞുണ്ണി മാഷേ വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും എന്നല്ലടാ പറഞ്ഞേ. രാധ ദയനീയമായി മകനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതിന് പള്ളിക്കൂടം കണ്ടില്ലാത്ത എനിക്കെന്തു വായന? പിന്നെ എനിക്ക് പറ്റുന്ന പണി ദേ ഇങ്ങനെ കറുമുറ തിന്നാന്നുള്ളതാണ്. പാത്രത്തിലിരിക്കുന്ന ഒരു ചിപ്സ് എടുത്ത് കടിച്ചുകൊണ്ട് ശരത്ത് പറഞ്ഞു. അമ്മ ആ പോയ സാധനം നിങ്ങളുടെ മകള് എന്റെ പെങ്ങളായതുകൊണ്ട് ഞാൻ പൊക്കി പറയുന്നല്ല. ഇത്രയും അനുസരണമില്ലാത്ത കുരുത്തം കിട്ട ഒരെണ്ണത്തിന് ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അതിന്റെ അടുത്തേക്ക് പോകുന്നതിനേക്കാൾ നല്ല ഞാൻ ട്രെയിനിന് തലവെക്കുന്ന. അടഞ്ഞെടുക്കുന്ന വാതിലേക്ക് എത്തിയത് കൊണ്ട് ശരത്ത് പേടിയോടെ പറഞ്ഞു. ആ നീ പറഞ്ഞതും ശരിയാ. ആൻ പറഞ്ഞ് ശരിവെച്ചുകൊണ്ട് രാധ താടിക്ക് കൈയും കൊടുത്തിരുന്നു. എന്തായാലും നിന്റെ അച്ഛൻ വരട്ടെ, അങ്ങേർക്ക് അവളെ അടക്കി നിർത്താൻ പറ്റും. എന്നെന്താമ്മേ അച്ഛൻ തവിട് കൊടുത്തെങ്ങാനും വാങ്ങിയതാണോ? അവളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ പകുതി പോലും എന്നോടില്ലെന്നേ. പരിഭവത്തോടെ പറയുന്ന ശരത്തിനെ രാധയൊന്ന് ഇരുത്തി നോക്കി. എടാ നിനക്ക് അവളേക്കാൾ 5-6 വയസ്സ് കൂടുതലുള്ളല്ലേടാ. അടുത്ത ചിങ്ങത്തിന് വയസ്സ് 50 ആകാൻ പോകുന്നവനാ. എന്തോന്ന്? തിന്നുകൊണ്ടിരിക്കുന്ന ചിപ്സ് നെറുകിൽ കയറി ചുമച്ചോണ്ടാണ് ചോദിച്ചു. നിനക്ക് വയസ്സ് 28 ആണെങ്കിൽ കണ്ട 50 പറയും. സ്വഭാവം ഏതാണ്ട് അതുപോലെ തന്നെ. പ്രായമായവർ അവസാന കാലത്ത് വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കണ പോലെ അല്ലേ ഒരു ജോലിക്കും കൂലിക്കും പോവാൻ നീ ഇവിടെ കയറിയിരിക്കുന്നു. തിന്നാ ഉറങ്ങുക പിന്നെ ഉറങ്ങാ തിന്നുക വേറെന്താ നിനക്കിവിടെ പണി? അണപ്പലിൽ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് രാധ ചോദിച്ചു. അമ്മേ! ദയനീയമായി വിളിച്ചുപോയി ശരത്ത്. പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് പോലും കാണില്ല നിന്റെ മോൻ അത്ര ക്ഷീണവും തളർച്ചയും. പൂജ വെറ്റി കിടക്കണ പോലെയല്ലേ ഇവനിവിടെ കയറി കിടക്കുന്നേ. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന ശേഖരൻ അവൻ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛാ ഡോണ്ടു എന്താടാ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? പഠിക്കാൻ വിട്ടപ്പോ പഠിക്കാതെ കറങ്ങി നടന്നിട്ട് ഒരൊറ്റ തൊഴി ഞാനങ്ങ് വെച്ചെന്നാറുണ്ടല്ലോ. മകന് നേരെ കൈകൾ ഉയർത്തിക്കൊണ്ട് ശേഖരൻ പറഞ്ഞു. ഈ കണ്ട കൃഷിയെല്ലാം ഞാൻ ഒറ്റക്ക് നടത്തിക്കൊണ്ടു പോകുമ്പോ എന്നെ ഒന്ന് സഹായിച്ചാലെന്താടാ നിനക്ക്? അയ്യോ അങ്ങനെ പറയത്തച്ചോ. ശരത്ത് അരുതാത്ത എന്തോ കേട്ട പോലെ അയാളോട് പറഞ്ഞു. പാടത്ത് വല്ല കോലവും വേണമെങ്കിൽ നിങ്ങൾ ഇവനെ കൊണ്ടുവച്ചോ, അങ്ങനെയെങ്കിലും ഇവൻ അങ്ങോട്ടൊന്ന് ഇറങ്ങട്ടെ. രാധാവിനെ നോക്കി കളിയായിക്കൊണ്ട് ശേഖരനോട് പറഞ്ഞു. അതൊക്കെ എന്റെ ശിശിര മോള് ഒഴിവ് ദിവസങ്ങളിൽ എനിക്കൊപ്പം കൂടും എന്നെ സഹായിക്കാൻ. നീയൊക്കെ അവളെ കണ്ടുപിടിക്കടാ. ശേഖരൻ ഗമയോട് അവനോട് പറഞ്ഞു. വന്നിട്ടുണ്ട് അച്ഛന്റെ പുന്നാര മോളും പുച്ഛത്തോടെ പറഞ്ഞു ശരത്ത്. എന്നിട്ട് അവളെവിടെ? ശേഖരൻ നാലുപാട് നോക്കിക്കൊണ്ട് ചോദിച്ചു. വന്ന പാടെ മുറി അടച്ചിട്ടിരിപ്പാ. രാധ മുറിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് നീ എന്താ ശരത്തെ അവളോട് കാര്യം താൻ തിരക്കാത്ത്? അതിനോടൊക്കെ ചോദിക്കുന്നതിന് നല്ല ഞാനിവിടെ നീ ചിപ്സ് നിന്നാ നിസ്സാരമായി പറഞ്ഞുകൊണ്ടിരുന്ന ശരത്തിനെ കണ്ട് ശേഖരൻ ദേഷ്യം വന്നു. ഇവനെയൊക്കെ ജനിപ്പിച്ച നേരം 10 വാഴ. മതി അച്ഛാ മതി. അയാളെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാവൻ കൈവച്ച് തടഞ്ഞു. 10 വാഴക്ക് പോയ അച്ഛനൊരു 100 വാഴയെങ്കിലും വെച്ചിട്ടില്ലേ? അതുകൊണ്ട് തൽക്കാലം ഡയലോഗ് വേണ്ട, മാറ്റിപ്പിടി. അച്ഛനന്ന് വാഴ വെച്ച് എനിക്ക് വലിയ ഉപകാരമായി. അതുകൊണ്ടാണല്ലോ ഈ ചിപ്സ് എനിക്ക് ഇങ്ങനെ കറുമുറ തിന്നാൻ പറ്റുന്നത്. ശരിയോടെ പറഞ്ഞ ശരത്ത്. ഡീ നമുക്ക് കുഞ്ഞൊന്നും മാറിപ്പോയിട്ടില്ലല്ലോ അല്ലേ? ദയനീയമായി ശേഖരൻ ഭാര്യയോട് ചോദിച്ചു. ഇല്ല ശേഖരേട്ടാ, മാറിപ്പോയിട്ടൊന്നുമില്ല. വരാനുള്ളത് വഴി തങ്ങില്ലെന്നാണല്ലോ. ശരത്തിനെ നോക്കി ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു രാധ. ഇതേ സമയം അകത്തെ മുറിയിൽ നിന്ന് ഹരിയെ തെറി പറയുകയാണ് ശിശിര. കാല് ദുഷ്ടൻ തെണ്ടി പട്ടി, അയാൾ കുറച്ചെങ്കിലും മനസാക്ഷിയുണ്ടോ? രാവിലെ നടന്നു ഓർത്തപ്പോൾ അവൾക്ക് ദേഷ്യവും സങ്കടവും വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പുറത്ത് വാതിൽ മുട്ടി കേൾക്കുന്നത്. താൻ കരഞ്ഞെന്നറിഞ്ഞാൽ ഇവിടെയുള്ളവർക്ക് സഹിക്കാൻ കഴിയില്ല. അവൾ എല്ലാവരെയും ഓർത്തുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. ശേഷം അവൾ മെല്ലെ മിഴിനീരൊപ്പിക്കൊണ്ട് വാതിൽ തുറന്നു. എന്താടാ എന്തു പറ്റി? ശേഖരൻ വേവലാതിയോടെ ശിശിരയെ നോക്കി ചോദിച്ചു. ഏയ് ഒന്നുമില്ല അച്ഛാ, ചെറിയൊരു തലവേദന പോലെ, അതുകൊണ്ടൊന്ന് കിടന്നാ. എന്തോ അവൾക്കപ്പോൾ അങ്ങനെ പറയാനാണ് തോന്നിയത്. എന്നാ അമ്മ ചായ എടുത്ത് വെക്കാം, വാ. അത്രയും പറഞ്ഞ് രാധ അടുക്കളയിലേക്ക് പോയി. അവളിൽ നിന്ന് തലകൂടിക്കൊണ്ട് ശേഖരനും അകത്തേക്ക് നടന്നു. എന്നാൽ അവിടെ മുഖത്ത് തെളിച്ചമില്ലായ്മ നന്നായി സ്കാൻ ചെയ്യുന്നുണ്ട് ശരത്ത്. തന്നെ നോക്കി സ്കാൻ ചെയ്യുന്ന ശരത്തിനെ വലിച്ച് റൂമിലേക്കിട്ടു ശിശിര. എന്നിട്ടുണ്ടായതെല്ലാം അവനോട് പറഞ്ഞു. എല്ലാം കേട്ട് താടിക്ക് കൈയും കൊടുത്ത് ഇരുന്നു പോയി ശരത്ത്. സാധാരണ ആരെന്ത് പറഞ്ഞാലും നാണവുമാനില്ലാതെ കേട്ടോണ്ട് നിൽക്കുന്നവളാ. ഇത്രയും വിഷമിച്ചിരിക്കണമെങ്കിൽ അയാൾ അവൾ അത്രയും പറഞ്ഞിട്ടുണ്ടെന്ന് ശരത്തിന് മനസ്സിലായി. എടോ കരിസാറേ, താൻ ഈ ചെവിന്ന് വിളിക്കോ, ഈ ശിശിരത്തിന് നിന്നോട് പ്രതികാരം ചെയ്തിരിക്കും. ഇത്രയും നേരം വിഷമിച്ചിരുന്ന ശിശിര പെട്ടെന്ന് ഉറഞ്ഞു തുള്ളുന്ന കണ്ടപ്പോ വാ പൊളിച്ചിരുന്നു പോയി ശരത്ത്. ഇവളെന്താ ദൈവമേ അന്യനോ? നീ എന്താ ഏട്ടാ ഇങ്ങനെ നോക്കുന്നേ? അല്ല നീ എല്ലാം കുറച്ചു മുന്നേ കരഞ്ഞു നിലവിളിച്ചുകൊണ്ടിരുന്ന്. അവൻ തന്നെ സംശയം മറച്ചു വെക്കാതെ ചോദിച്ചു. അങ്ങനെ കരഞ്ഞ് നിലവിളിച്ചിരിക്കാനൊന്നും ഈ ശിശിരെ കിട്ടില്ല. അതൊക്കെ സിനിമയിലും സീരിയലും. ഇതായിട്ടും വേറെയാ മോനെ.
നീ നോയിക്കോടാ ചേട്ടാ, അടുത്ത സെം എക്സാമിന് മാത്സിന് ഫുൾ മാർക്കോടെ ഞാൻ പാസ്സാവുന്നു. ഞാൻ പാസ്സായില്ലെങ്കിൽ ആ ഹരി സാറിന്റെ പേര് അവിടെ പട്ടിക്കിട്ടെ. അല്ലെങ്കിൽ വേണ്ട, അയാളുടെ വീട്ടിൽ ചിലപ്പോൾ പട്ടിയില്ലെങ്കിലോ. തൽക്കാലം നമ്മുടെ വീട്ടിൽ പട്ടിക്കിടാം. നമ്മളെ പട്ടിക്ക് ഞാൻ ശരത്തേന്ന് പേരിടും. അത്രയും നേരം ഒന്നും മിണ്ടാതിരുന്ന പെട്ടെന്ന് ഞെട്ടി. അല്ല, നീ തോൽക്കുന്നതിന് എന്തിനാടി എന്റെ പേര് നമ്മുടെ പട്ടിക്കിടുന്ന്? അവൻ ദയനീയമായി ചോദിച്ചു. എന്താടാ ചേട്ടാ ഇത്, എന്റെ പേര് നിന്റെ പേരെന്നൊക്കെ ഉണ്ടോ? നമ്മൾ രണ്ടും ഒന്നരടാ മോനുസേ. അവന് താടിത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഈ വിളങ്ങാനും തോറ്റ, അയ്യോ എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. തോറ്റ ഇവിടുത്തെ പട്ടിക്ക് എന്റെ പേര്. അല്ലെങ്കിൽ അച്ഛനും അമ്മക്ക് എന്നൊരു വിലയുമില്ല. എന്റെ ദൈവമേ, ഈ സാധനത്തിന് എങ്ങനെയും ഒന്നും ജയിപ്പിക്ക്. കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞവൻ. അല്ല ശിശിരെ, നിന്റെ കവിളത്ത് പാടൊന്നുമില്ലല്ലോ അല്ലേ? ശരത്തവളുടെ മുഖം തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, എന്തേ? അയാളായോണ്ട് വഴക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ. ചേട്ടത്തണ്ടി, എനിക്കിട്ട് പാരോണി നേരം ഉണ്ടല്ലോ. നിന്നെക്കുറിച്ചുള്ള സകലമായ ചരിത്രവും ഞാൻ അഞ്ജുവിനോട് പറയും. നീ ആനയാണ് ചേനയാണ് മാങ്ങയാണെന്ന് വേണ്ട, എന്തെല്ലാം നുളകളാ ഞാൻ നിനക്ക് വേണ്ടി അവളോട് പറഞ്ഞത്. മര്യാദക്കാണെങ്കിൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നീ വെറും 10ാം ക്ലാസ്സും കുസ്തിയാണെന്ന് ഞാൻ അവളോട് തുറന്നു പറയും. ഒരു ജോലിക്കും പോകാൻ നീ ഇവിടെ തിന്നു കുടിച്ച് അടയിരിക്കാണെന്ന് പറയും. എന്താ അത് വേണോ മോനെ? അവന്റെ ഷർട്ടിന്റെ കോളർ പിടിമുറുക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. അയ്യോ, ഏട്ടന്റെ ശിശുമോള് പിണങ്ങിയ? ഏട്ടനൊരു തമാശ പറഞ്ഞല്ലേ, കൊച്ചു കള്ളി ഇപ്പോഴും പിണങ്ങിയ? അവളുടെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ശരത്ത് പറഞ്ഞു. അതെ, നീ അഞ്ജുവിന്റെ മുമ്പിൽ ഏട്ടനെ നാറ്റിക്കല്ലേ? എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടാടി. അവളുടെ മുഖോർത്താൻ പ്രണയത്തോടെ പറഞ്ഞു. അവൾക്ക് നിന്റെ പേര് പറയുമ്പോ തന്നെ തുടങ്ങി ഇളക്കം. അവള് വളഞ്ഞോടി? അതീവ സന്തോഷത്തോടെ ശരത്ത് ചോദിച്ചു. ഏതാണ്ട് ചിരിയോടെ പറഞ്ഞ ശിശിര. നീ ശിശുവാനാരടി പറഞ്ഞേ? നീ ഒത്തിരി വളർന്നടി. നീ ഏട്ടന്റെ മാനം കാത്തു. ഈ സന്തോഷത്തില് ഏട്ടന്റെ ശിശുമോളെ അപമാനിച്ച ഹരിക്ക് ഏട്ടൻ പണി കൊടുത്തിരിക്കും. ഇത് സത്യം 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 ശിവം സുന്ദരം. അവളുടെ കയ്യിലായി അടിച്ചുകൊണ്ട് പറഞ്ഞവൻ. എവിടെ അവൻ ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞ ശരത്ത്. എടാ ചേട്ടാ, നീ അങ്ങനെ കാണാൻ പോകുമ്പോഴേ വാളും പരിചയം കൈ കരുതണേ. അതെന്തിനാ ശിശുമോളെ വാളും പരിചയം? അതാകുമ്പോ നീ അംഗം വെട്ടിയാണ് മരിച്ചതെന്ന് ഓർത്ത് നമ്മുടെ അമ്മയ്ക്കും അച്ഛനും സമാധാനിക്കാം. ഇതൊന്നുമില്ലാതെ നീ അങ്ങേന്റെ അടുത്ത് പോയാൽ ഭിത്തി വെറും പാടായി പോകും. നീ വന്ന് ചിരി കടിച്ചു പിടിച്ചോണ്ട് ശിശിര പറഞ്ഞു. ശിശുമോളെ, നീ നിന്റെ ചേട്ടനിങ്ങനെ കളിയാക്കല്ലേടി. എന്നെ പോലെ സൗന്ദര്യവും തൻ്റെ ഇടവും മതി മതി മതി. അവസാനം നീ സൂപ്പർമാനാണെന്ന് കൂടി കേൾക്കാനുള്ള ത്രാണി ഉള്ളവൾക്കില്ല. അവന് നോക്കി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞവൾ. അഞ്ചു ആകുമ്പോൾ ഇതൊക്കെ വിശ്വസിച്ചോളും. നിനക്ക് സുഖാണോ? നീ വീട്ടിലുണ്ടോ? നീ എന്തു പറഞ്ഞു എന്നൊക്കെ അവൾ എന്നോട് ഇടയ്ക്ക് ചോദിക്കും. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? ആകാംക്ഷയോടെ ശരത്ത് ചോദിച്ചു. എന്റെ അമ്മയുണ്ടാക്കിയെല്ലാം വെട്ടിവിഴുങ്ങി നീ ഇവിടെ തേരാമാരം നടപ്പുണ്ടെന്ന് പറഞ്ഞു. ശിശു ദയനീയമായി വിളിച്ചുപോയി ശരത്ത്. ഞാൻ ചുമ്മാറിനടാ, എനിക്ക് നാത്തൂനായിട്ട് അവള് മതി. അല്ലാതെ വിവരവും വിവേകമുള്ളതൊന്നിനെ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നാലേ നിന്റെ സ്വഭാവം അറിയുമ്പോൾ അവൾ പെട്ടിയും കിടക്കെടുത്ത് പോകും. അതിനേക്കാൾ നല്ലത് എന്റെ അഞ്ചു തന്നെയാ. നീയാണ് മോളെ യഥാർത്ഥ പെങ്ങൾ. നിന്നെ പോലൊരു പെങ്ങളെ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യണം. അവള് നോക്കി കണ്ണുകൾ അടക്കുന്ന പോലെ നടിച്ച ശരത്ത് തന്റെ മുറിയുടെ ജനലിന് ഓരം ചേർന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് ഹരി. എന്തോ അവന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. ശിശിരയോട് പറഞ്ഞ കുറച്ച് കൂടിപ്പോയി എന്ന് തോന്നിയവന് അവളെ കാണുമ്പോൾ മാത്രം തനിക്ക് എന്താണ് ഇത്ര ദേഷ്യം? അവളേക്കാൾ പഠിക്കാത്ത കുറുമ്പ് കാട്ടുന്ന എത്രയോ കുട്ടികളെ താൻ കണ്ടിരിക്കുന്നു. എന്നാൽ അവരോടും തനിക്കൊന്നും തോന്നിയിട്ടില്ല. ഇവളെ കാണുമ്പോൾ മാത്രം എന്താ തനിക്ക് ദേഷ്യം വരുന്നത്? കുറുമ്പ് കുറച്ച് കൂടുതലാണെങ്കിലും അവളെക്കുറിച്ച് മറ്റാർക്കും ഒരു പരാതിയുമില്ല. താനിന്ന് ഇത്രയും ദേഷ്യപ്പെടാനും മാത്രം അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവന്റെ മനസ്സ് അവനോട് തന്നെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അവൾ മറ്റധ്യാപകർക്ക് കൊടുക്കുന്ന ബഹുമാനവും സ്നേഹവും തനിക്ക് നൽകാത്തതുകൊണ്ടാണോ അവളോട് ദേഷ്യം തോന്നുന്നത്? അവൾ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ എനിക്കെന്താ? എനിക്കൊന്നുമില്ല, ഒന്നും. ഇടയ്ക്കിടയ്ക്ക് അവളിലേക്ക് ചായുന്ന തന്റെ മനസ്സിനോട് അവൻ തർക്കിച്ചുകൊണ്ടിരുന്നു. പിന്നെന്തിനാണ് അവൾ ക്ലാസ്സിൽ വരാത്ത ദിവസം മനസ്സും ശരീരവും ശൂന്യമായതുപോലെ തോന്നുന്നത്? അവന്റെ മനസ്സ് പലവിധ ചിന്തകളാൽ കലങ്ങി മറിഞ്ഞു. ഇന്ന് അവളുടെ കണ്ണ് നിറഞ്ഞപ്പോൾ തന്റെ മനസ്സ് പിടഞ്ഞത് എന്തിനാണ്? കണ്ണുകൾ മുറുകെ പൂട്ടി അങ്ങനെ നിന്നവൻ കുറച്ച് സമയം. തനിക്ക് അവളോട് പ്രണയമാണോ? അവളോടുള്ള എൻ്റെ അടങ്ങാത്ത പ്രണയമാണോ എന്നെ ഒരു ദേഷ്യക്കാരനും കലിപ്പനുമൊക്കെ ആക്കുന്നത്? എന്നോട് മാത്രം അവൾ ദേഷ്യം കാണിക്കുമ്പോൾ അത് സഹിക്കാൻ കഴിയാതെയല്ലേ താൻ ഈ കലിപ്പിന്റെ മൂടുപടം അണിയുന്നത്? ഒരു നിമിഷം നിലാവുദിച്ചതുപോലെയുള്ള അവളുടെ സുന്ദരവദനം കൺമുമ്പിൽ തെളിഞ്ഞതും തന്റെ ഹൃദയത്തിൽ അറിയാതെ കൈവച്ചു പോയി ഹരി. ഹൃദയതാളം പോലും അവളുടെ പേരാണ് മൊഴിയുന്നത്. യെസ്, ഐ ആം ഇൻ ലവ്, മാഡ്ലി, ഡീപ്ലി. എനിക്ക് ശിശിരയോട് പ്രണയമാണ്, അടങ്ങാത്ത പ്രണയം. അവൻ തന്നെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. പിറ്റേന്ന് കോളേജിലേക്ക് പോയ ശിശിരക്ക് ആരുടെയും മുഖത്ത് നോക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നോക്കിയിടി, ശിശിര തമ്പുരാട്ടി വരുന്നുണ്ട്. ഇന്നലെ കിട്ടിയ ക്ഷീണം മുഖത്ത് കാണാനുണ്ട്. അടുത്തിരിക്കുന്ന പാർവണിയോട് ശിശിരയെ നോക്കി പറയുകയാണ് ആര്യ. അല്ല ആര്യത് ശിശിരയോ? എന്തു പറ്റിയടി തലയും കുനിച്ച് നടക്കാൻ? ആൾക്കടുത്തേക്ക് വന്നുകൊണ്ട് ആര്യ പരിഹാസത്തോടെ ചോദിച്ചു.
പാവത്തിന്റെ ചിരിയും സന്തോഷമൊക്കെ പോയിടി പാറു, പോയി. രണ്ടും അവൾ നോക്കി കളിയാക്കാൻ തുടങ്ങി. നീ പഠിപ്പി, നീ കൂടുതൽ കിടന്ന് വളഞ്ഞാലുണ്ടല്ലോ. എംകോമിന്റെ റോഷൻ ചേട്ടന് കൊടുക്കാൻ നീ എഴുതി ലവ് ലെറ്റർ ഞാൻ പുറത്ത് നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കും. എന്താടി അത് വേണോ? ആര്യയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ശിശിര ചോദിച്ചു. ശിശിരയുടെ വാക്കുകൾ കേട്ട ആര്യയുടെ മുഖം വിളറി വെളുത്തുപോയി. അപ്പൊ ഇവളാണ് എന്റെ ബാഗിൽ നിന്ന് ആ ലവ് ലെറ്റർ മുക്കിയത്. ആ പിന്നെ നീ വേറെന്തോ ചോദിച്ചല്ലോ. എന്തോ ഓർക്കുന്ന പോലെ ആംഗ്യം കാണിച്ചു നിന്നു ശിശിര. ആ എന്റെ ചിരി ഇപ്പൊ കാണിച്ചു തരാം. എന്താ മതിയോ? 32 പല്ല് ഇളിച്ചു കാണിച്ചുകൊണ്ട് ശിശിര വെളുക്കിന് ആര്യ നോയി ചിരിച്ചു. അപ്പൊ തന്നെ ക്ലാസ്സിലൊരു കൂട്ടച്ചിരി ഉയർന്നു. ആര്യമോളെ, നീ മുട്ടുന്നത് ഈ ശിശിരയോടാണെന്ന് ഓർമ്മ വേണം. അവള് നോക്കിയൊരു മാസ് ഡയലോഗ് അങ്ങ് വെച്ച് കാശി ശിശിര. ആര്യ ആകെ നാണം കെട്ടുപോയി. കാലയ്ക്ക് ശിശിര മോളെ, ഇവൾക്ക് രണ്ടെന്നിന്റെ കുറവുണ്ടായിരുന്നു. ശിശിരയ്ക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് അഞ്ജു പറഞ്ഞു. എന്നാൽ അവിടെ കൈ തട്ടി മാറ്റി മുന്നോട്ട് നടന്നു ശിശിര. അവിടെ ആ പ്രവൃത്തിയിൽ അഞ്ജുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. തിരിഞ്ഞെന്ന് കരയുന്ന അഞ്ജുവിനെ കണ്ടപ്പോൾ ശിശിരയ്ക്ക് സങ്കടമായി. എന്തൊക്കെ പറഞ്ഞാലും അഞ്ജു വിഷമിക്കുന്ന ശിശിരയ്ക്ക് സഹിക്കാൻ കഴിയില്ല. ഓടിച്ചെന്ന് അഞ്ജുവിനെ മുറുകെ പോണെന്ന് ശിശിര. സോറിഡി, ഞാൻ നിന്നെയും കൂടി ചീത്തയാക്കുന്നത് അങ്ങേര് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, അതാ. വിഷമായോ? അഞ്ജുവിന്റെ മുഖമൊന്ന് ഉയർത്തിക്കൊണ്ട് ശിശിര ചോദിച്ചു. ഇല്ലെന്ന് ചിരിയോടെ തലയാട്ടി അഞ്ജു. കുറച്ചു ദിവസം നമ്മൾ അകന്ന് നിൽക്കണം അഞ്ജു, ഇല്ലേ പിന്നെ അത് മതി ആ കടുവയ്ക്ക് ബാധ കയറാൻ. അവൾ പറഞ്ഞാലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ അഞ്ജു പിന്നെ ഒന്നും പറഞ്ഞില്ല. ആദ്യത്തെ പീരീഡ് മാത്സ് ആയിരുന്നു. വന്നപ്പോഴേ അരിയുടെ നോട്ടം പോയത് ശിശിരയുടെ അടുത്തേക്കാണ്. എന്നാൽ അഞ്ജുവിനോടൊപ്പമുള്ള ബെഞ്ചിൽ അവളെ കണ്ടില്ല അവൻ. അപ്പോഴാണ് ഏറ്റവും പുറകിലെ ബെഞ്ചിൽ പതുങ്ങിയിരിക്കുന്ന ശിശിരയെ ഹരി കാണുന്നത്. അത് കണ്ടപ്പോൾ അവന് വിഷമം തോന്നി. താൻ പറഞ്ഞുകൊണ്ടാണ് അവൾ മാറിയിരിക്കുന്നതെന്ന് അവന് മനസ്സിലായി. ഒരുമിച്ച് നടന്നവരാണ് രണ്ടും. താൻ കാരണമാണല്ലോ പിരിഞ്ഞെന്നോർത്ത് അവന് വേദന തോന്നി. അപ്പോഴും ഹരിയെ ശിശിര മുഖമുയർത്തി നോക്കിയില്ല. തന്നെയൊന്നും നോക്കാതെ മറ്റെങ്ങോ നോക്കിയിരിക്കുന്ന ശിശിരയെ കണ്ട് അവന് ദേഷ്യം വന്നു. എപ്പോഴും അഞ്ജുവിന്റെയും ശിശിരയുടെയും കുറുമ്പും കളിച്ചിരികളും നിറഞ്ഞിരുന്ന ക്ലാസ് പതിവില്ലാതെ നിശബ്ദമായിരുന്നു. ആ നിശബ്ദതയിൽ ഹരിക്കൊരു വല്ലായ്മ തോന്നി. തൊട്ടതിനും പിടിച്ചതിനും അവരെ ശകാരിച്ചിരുന്ന ഹരിക്ക് ആദ്യമായി കുറ്റബോധം തോന്നി. ശിശിരയുടെ മൗനം അവനെ ഭ്രാന്തി പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും തന്നെ ജോലി ചെയ്യുകയല്ലാതെ വേറെ വഴിയിലെന്നോർത്ത് അവൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഇടയ്ക്കിടെ അവന്റെ കണ്ണുകൾ അവിടെ നേരെ നീണ്ടുവെങ്കിലും അറിയാതെ പോലും അവൾ അവനെ നോക്കിയില്ല. എക്സ്ക്യൂസ് മീ സർ. ബോർഡിലേക്ക് പ്രോബ്ലം എഴുതുന്ന ഹരിയെ നോക്കി വിളിച്ച് ശിശിര. സാർ പഠിപ്പിച്ചൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, ഒന്നുകൂടി പറഞ്ഞു തരണം. ഹരിയെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞ് ശിശിര. ഇതിപ്പോ എന്താ ഉണ്ടായെന്ന് എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ബാക്കി കുട്ടികൾ. ഇന്നവരെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കാത്തവളാണ്. അങ്ങോട്ട് സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും സംശയമോ എനിക്കോ എന്ന മട്ടിലിരിക്കുന്നവളാണ്. ശിശിരയുടെ ഈ മാറ്റത്തെ അഞ്ജു വാ പൊളിച്ചു നോക്കിയിരുന്നു. തന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് ശിശിര ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഹരിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയെങ്കിൽ അവളൊന്ന് വാ തുറന്നില്ല എന്ന് ആശ്വസിച്ചു അവൻ. ഇത്രയും നാൾ വാടച്ചു വെക്കാത്തവൾ പെട്ടെന്ന് സൈലന്റ് ആയപ്പോൾ നെഞ്ച് പിടയ്ക്കുന്നുണ്ടായിരുന്നു അവന്റെ. പണി തരുന്നാണെന്ന് അറിഞ്ഞിട്ടും അവളോടൊന്നും മിണ്ടാമല്ലോ എന്നോർത്ത് അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവനവൾക്ക് ആ പ്രോബ്ലം പറഞ്ഞു കൊടുത്തു. അവളുടെ ചുടു നിശ്വാസം തട്ടിയപ്പോൾ ഹരിക്ക് തന്റെ ശരീരം കുളിരുന്ന പോലെ തോന്നി. ഒരു നിമിഷം അവന്റെ കണ്ണുകൾ അവിടെ വെളുത്ത മുഖത്തേക്കും ചോര നിറമുള്ള ചുണ്ടിലേക്കും ചേക്കേറി. അവളോടുള്ള പ്രണയം നിയന്ത്രിച്ചു നിർത്താൻ പാടുപെടുകയാണ് അവൻ. ഒരു മായാലോകത്തിൽ നിന്ന് അവനെ തിരികെ കൊണ്ടുവന്ന അവളുടെ സ്വരമായിരുന്നു. പെട്ടെന്ന് തന്നെ അവളിൽ നിന്നുള്ള നോട്ടം മാറ്റിയവൻ. ശേഷം തന്നെ നെഞ്ചിൽ കൈവച്ച് കിതച്ചു. ക്ലാസ് ആണെന്ന ബോധം പോലുമില്ലാതെ താനെങ്ങാനും അവളെ പിടിച്ച് ഉമ്മ വെച്ചെങ്കിലോ, നാണക്കേട്. ചിരിയോടെ ഓർത്തുപോയി അവൻ. പിന്നീടുള്ള ദിവസങ്ങളിൽ ശിശിര അവന് പണിയെടുക്കാനായി ഒരു 100 വട്ടെങ്കിലും സംശയം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കും. ദർശന ഭാഗ്യം, സ്പർശന പുണ്യം എന്ന മട്ടിൽ ഹരി അവളോട് അങ്ങനെ ചേർന്ന് നിൽക്കും. 5 വഴി 5 തന്നെ. ആർക്കെങ്കിലും ബിരിയാണിയോ മന്തി ഓഫർ ചെയ്ത് കോപ്പി തന്നെ ശരണം. തന്റെ ചേട്ടന് ഇവളേക്കാൾ നല്ലൊരു പെണ്ണിനെ വരെ കിട്ടാനില്ലെന്ന് ശിശിരക്കും മനസ്സിലായി. അന്നത്തെ ശിശിരയുടെ ഭീഷണിയോടെ ആര്യ കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെയാണ് ക്ലാസ്സിലിരിക്കുന്നത്. സാധാരണ എന്ത് ചോദ്യം ചോദിച്ചാലും നിമിഷ നേരം കൊണ്ട് ഉത്തരം വിളിച്ചു പോകുന്ന ആര്യ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയില്ല. ഇടയ്ക്കിടയ്ക്ക് അവളെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന ശിശിരയെ ഹരി ശ്രദ്ധിച്ചു. എന്തോ പറഞ്ഞ് ശിശിര അവളെ പേടിപ്പിക്കുന്നുണ്ടെന്ന് ഹരിക്ക് മനസ്സിലായി. ദിവസങ്ങൾ ആരെയും കാക്കാതെ കടന്നുപോയി. ഒരു ദിവസം സെമസ്റ്റർ എക്സാമിന്റെ പേപ്പർ ആര്യയുടെ നേരെ നീട്ടിക്കൊണ്ട് ഹരി പറഞ്ഞു. ശിശിര 100 ഔട്ട് ഓഫ് 100. എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ഹരി പറയുന്ന കേട്ട് ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കൈയടിച്ചു. ആര്യയുടെ മുഖം മാത്രം കടന്നൽ കുത്തിയ പോലെ ഇരുന്നു. ശിശിരയുടെ അന്നത്തെ ലവ് ലെറ്റർ ഭീഷണിക്ക് ശേഷം നന്നായി പഠിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആര്യക്ക്. അവളെങ്ങാനത് നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കുമോ എന്ന് ഓർത്ത് പേടിച്ചു പോയിരുന്നു പാവം. ഏത് നേരത്താണാവും എനിക്ക് ആ ലവ് ലെറ്റർ എഴുതാൻ തോന്നിയത്. ആ നിമിഷത്തെ ശപിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു പോയി ആര്യ. ശിശിരയുടെ മാറ്റത്തിൽ ആര്യക്ക് ഒത്തിരി സന്തോഷം തോന്നി. തന്നെയുള്ള വാശിയുടെ പുറത്താണെങ്കിലും അവൾ പഠിച്ചല്ലോ എന്നോർത്ത് അഭിമാനവും. എല്ലാവരും കൈയടിച്ചപ്പോൾ ഇതൊക്കെ എന്ത് എന്ന ഭാഗത്തിൽ ഗമയോടെ നിൽക്കുകയാണ് ശിശിര. അഞ്ജു 12 ഔട്ട് ഓഫ് 100. ഹരിയുടെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങി അഞ്ജു വെളുക്കാൻ അവർ നോക്കിയൊന്ന് ചിരിച്ചു. അല്ല സർ, അങ്ങനെയെങ്കിൽ പോയാലോ? പേപ്പർ കൊടുത്ത് ക്ലാസ്സിൽ നിന്ന് പോകാനിറങ്ങിയ ഹരിയെ നോക്കി പറഞ്ഞ് ശിശിര. എന്താ എന്ന ഭാവത്തിൽ അവൻ അവളെ നോക്കുന്നുമുണ്ട്.
സാറല്ലേ പറഞ്ഞു ഞാനാണ് അഞ്ജുവിനെ വഴിതെറ്റിക്കുന്നതെന്ന്. പിന്നെ പഠിക്കാൻ കഴിവുള്ള ഒരാൾ ഞാനാണ് ചീത്തയാക്കുന്നത്. അങ്ങനെ എന്തൊക്കെയാണെന്ന് പറയുന്ന കേട്ടല്ലോ. ഇപ്പൊ മനസ്സിലായ സാറിന് ശിശിര ആരെയും വഴിതെറ്റിച്ചില്ലെന്ന്. ഈ ശിശിര വിചാരിച്ച ക്ലാസ് ടോപ്പർ ആവാമെന്നും അവൾ നോക്കി പുച്ഛത്തോടെ വിജയ് ബാതിൽ പറഞ്ഞു ശിശിര. രണ്ട് കൈയും മാറിൽ പിണച്ചു കിട്ടി അവളെ നോക്കി നിൽപ്പുണ്ട് ഹരി. അതെ, ഇതിനുള്ള ഉത്തരം വൈകിട്ട് ലൈബ്രറിയിൽ തനിച്ചു വന്നാ ഞാൻ പറഞ്ഞുതരാം. മെല്ലെ അവിടെ ചെവിയിലായി പറഞ്ഞവൻ. അപ്പോൾ അവന്റെ ചുണ്ടിലൊരു കുസൃതി ഉണ്ടായിരുന്നു. അത്രയും പറഞ്ഞവൻ നടന്നു നീങ്ങി. എടി, നീ എന്നാലും എന്നെ ഇങ്ങനെ കളിയാക്കുണ്ടായിരുന്നു. ശിശിരയെ നോക്കി പിണക്കത്തോടെ പറഞ്ഞ അഞ്ചു. ആ പ്രീതന്റെ ഓഫറിലൊന്നും വീട്ടിലെന്ന് മാത്രമല്ല, ഞാൻ കോപ്പി അടിക്കുന്നത് സാറിനോട് പറയുകയും ചെയ്തു. പിന്നീട് അങ്ങനെ എന്നെ ഒരു ക്ലാസ്സിൽ ഒറ്റയ്ക്കിരുത്തി എക്സാം എഴുതിപ്പിച്ചു. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയതാടി ഈ 12 മാർക്ക്. സങ്കടത്തോടെ പറയുന്ന അഞ്ജുവിനെ കണ്ടപ്പോൾ ശിശിരയ്ക്ക് ചിരി പൊട്ടി. പോട്ടെ, സാരില്ല, നമുക്ക് അടുത്ത തവണ വാങ്ങിക്കാം, വിഷമിക്കണ്ട. അവളെ സമാധാനിപ്പിക്കാനായി ശിശിര പറഞ്ഞു. എന്നാലും നീ ഇത്ര പെട്ടെന്ന് നന്നായിന്ന് ഞാൻ അറിഞ്ഞില്ല. എങ്കിലും എനിക്ക് സന്തോഷമായി. ആ ആര്യയുടെ മുഖം നീ ഒന്ന് കാണേണ്ടതായിരുന്നു. പ്ലിങ്. ആ ലവ് ലെറ്റർ കൊണ്ടുണ്ടായ ഉപകാരേ. അത് പറയുമ്പോൾ ശിശിര ചിരിച്ചു പോയി. അഞ്ജു, ഇതെന്റെ വാശിയായിരുന്നു. അങ്ങേർക്കുമ്പോൾ ജയിക്കാനുള്ള എന്റെ വാശി. എന്തായാലും അങ്ങേരും ഞാനായിട്ടുള്ള അംഗത്തിൽ ഞാൻ തന്നെ ജയിച്ചു അല്ലേടി. ശിശിരിയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ അഞ്ജുവിന് മനസ്സ് നിറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും സാറ് കാരണല്ലേടി നീ നന്നായി പഠിച്ചു മാർക്ക് വാങ്ങിയതും. ഇനി അങ്ങേരോട് വാശി വേണം നിനക്ക്? അഞ്ജു ചോദിച്ചു. ഇനി എനിക്ക് അങ്ങേരോട് ഒരു പ്രതികാരം കൂടി ബാക്കിയുണ്ട്. നീ നോയിക്കോ, ഞാൻ അങ്ങേരെ കൊണ്ട് ഞാൻ വരപ്പിക്കും. അതിന് നീ ആളെ കെട്ടാൻ പോവാണോടി? എടുത്തടിച്ച പോലെയുള്ള അഞ്ജുവിന്റെ ചോദ്യം കേട്ട് ശിശിരൊന്ന് ഞെട്ടി. ആ, മിക്കവാറും ഞാൻ അങ്ങേരെ കെട്ടും. എന്നിട്ട് ഒന്നും പഠിക്കാത്ത എന്റെ 5 പിള്ളേരുടെ തന്തയോ ആക്കും. അയാളുടെ താടി എന്റെ കഴുത്തി കിടന്ന് ആടും. നീ നോയിക്കോ, അതാ എന്റെ അങ്ങേരോടുള്ള പ്രതികാരം. ശിശിരയുടെ സംസാരം കേട്ട് കിളി പോയ പോലെ ഇരിക്കുകയാണ് അഞ്ജു. സാറ് വളഞ്ഞില്ലെങ്കിലോടി? അതൊക്കെ ഞാൻ വളക്കും മോളെ, വളച്ച് കുപ്പിയിലാക്കും. അയ്യോ, അപ്പൊ നിന്റെ കാര്യം ഓക്കെ ആയി. അപ്പൊ ശരത്തേട്ട് ഇനി എന്നെ സ്വീകരിക്കില്ലേ? ഞാനിതെങ്ങനെ സഹിക്കും? അഞ്ജു പറയുന്ന എന്താണെന്ന് മനസ്സിലാവാതെ ശിശിര അവളെ മിഴിച്ചു നോക്കി. നല്ല പഠിപ്പുള്ള ശരത്തേട്ടൻ ഞാൻ ഈ എക്സാമിന് പൊട്ടിയോണ്ട് എന്നെ സ്വീകരിക്കില്ല. ഓ, അപ്പൊ അതാണ് കാര്യം. 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയം ചേർത്ത് വെച്ചാൽ പോലും 10 മാർക്ക് തേച്ച് വാങ്ങാത്തവനാ ശിശിര ആത്മ. നിനക്കറിയാത്തോണ്ട് എന്റെ ഏട്ടനെ. അവന് പഠിത്തുള്ളതിന്റെ യാതൊരു അഹങ്കാരമില്ല. നീ എന്ന് വെച്ചാൽ അവന് ജീവനാ. ശിശിര അഞ്ജുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ പിന്നെ കുഴപ്പമില്ല അല്ലേ? അതുവരെ വലിയ വായിൽ മോങ്ങിക്കൊണ്ടിരുന്നവളുടെ മുഖം തെളിഞ്ഞു. എന്താടാ നിനക്കൊരു കിണി? എന്തോ ആലോചിച്ചിരിക്കുന്ന അരിയെ നോക്കി ഹേമന്ത് ചോദിച്ചു. എനിക്കൊരാളോട് പ്രേമം, അതും അസ്ഥിക്ക് പിടിച്ച പ്രേമം. ആളാരാണെന്ന് പറയട്ടെ? ഹരി ചിരിയോടെ ചോദിച്ചു. ശിശിര. ഹരിയുടെ ഉത്തരത്തിന് കാക്കാതെ ഹേമന്ത് പറഞ്ഞു. മോനെ ഹരി, നാളെ കുറെ ആയില്ലേ നിന്നെ ഞാൻ കാണുന്നു. അവളെ കാണുമ്പോഴുള്ള നിന്റെ ചാട്ടവും കലിപ്പും കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ വരത്തുള്ളൂ എന്ന്. എന്തൊക്കെ ആയിരുന്നു എനിക്ക് അവളോട്. വെറുപ്പാണ്, ദേഷ്യമാണ്, തേങ്ങാ കൊലയാണ്, മാങ്ങാ തൊലിയാണ്, കാണ്ടാമൃഗമാണ്. ഹരി നോക്കി പൂച്ചിച്ചുകൊണ്ട് പറഞ്ഞു ഹേമന്ത്. അവനെ നോക്കി നല്ലപോലെ ചിരിച്ചു ഹരി. അവൾക്കറിയാമോടാ? ഇല്ലടാ, പറയണം. അവളുടെ പഠിപ്പ് കഴിഞ്ഞിട്ട് അവിടെ വീട്ടിൽ പോയി പറയണം. അവൾ സമ്മതിച്ചില്ലെങ്കിലോ? ഹേമന്ത് ചോദിച്ചു. ഏയ്, ഇത്രയും സുന്ദരനും സൽസ്വഭാവിയും സർവോപരി സുശീലനുമായിട്ടുള്ള എന്നെ വേണ്ടാന്ന് പറയാനോ? നോ വേ. ഇത്രയും നാൾ കരിപ്പേര് നടന്നവനാ. ഇങ്ങനെയുണ്ടോ ഒരു മാറ്റം? തലയിൽ കൈവച്ചു പോയി ഹേമന്ത്. പ്രേമം നമ്മെ അന്ധനാക്കും മോനെ. ചിരിയോട് അവനെ നോക്കി ഹരി പറഞ്ഞു. നീ അവളെ കരയിപ്പിച്ചല്ലേടാ, ഇനി അതിന്റെ ദേഷ്യം കാണാം അവൾക്ക്. ഞാനെന്ന് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ആ വാശിക്ക് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങിച്ചു. അല്ലേ കാണായിരുന്നു തോറ്റു തുന്നം പാടി ആലേലോ പുലേലോ പാടി നടക്കുന്നത്. അത് ശരിയാ. ഹേമന്ത് അവനെ പിന്താങ്ങി. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് ലൈബ്രറിയിലേക്ക് പോവുകയാണ് അഞ്ജുവും ശിശിരയും. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി കണ്ടിട്ട് വരാം. അയ്യോ വേണ്ട, നീ ഒറ്റയ്ക്ക് വേണ്ട, ഞാനും വരാം. സാറെന്തേലും പറഞ്ഞ് വീണ്ടും നിന്നെ വിഷമിപ്പിച്ചാലോ? അഞ്ജു ടെൻഷനോടെ പറഞ്ഞു. എന്നോട് ഒറ്റയ്ക്ക് വരാനല്ലേ പറഞ്ഞു. നിന്നെ കൂടി കണ്ട ആ കടുവക്ക് ചിലപ്പോൾ ഹാലിളകും. അത്രയും പറഞ്ഞ് അഞ്ജുവിനെ പുറത്തിരുത്തി ശിശിര അകത്തേക്ക് കയറി. ഹരി അവൾ അവിടെയൊക്കെ തിരഞ്ഞെങ്കിലും കാണാൻ കഴിഞ്ഞില്ല. കള്ള കടുവ പറ്റിച്ചതാ. തിരിച്ചടക്കാൻ തുടങ്ങി അവിടെ വായവും പൊത്തിപ്പിടിച്ച് ലൈബ്രറിയുടെ മൂലയിലേക്ക് കൊണ്ടുപോയി. വേദനയോടെ വിളിച്ചു ഹരി. കുട്ടിപ്പിശാസേ, എന്തൊരു കാട്ടിയടി നീ കടിച്ച്? തന്റെ കൈ ഒന്ന് കുടഞ്ഞുകൊണ്ട് ഹരി അവളെ നോക്കി പല്ല് അടിച്ചു. എന്നുള്ള ദേഷ്യം കൊണ്ട് എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കിയതാണല്ലേ? അത്രയും പറഞ്ഞ് അലറി വിളിക്കാൻ തുടങ്ങിയവൾ. അയ്യോ അമ്മ, ചേട്ടാ, അച്ഛാ, ഓടിവായോ! മിണ്ടായിരിക്കടി. ഹരി ദേഷ്യത്തോടെ മുരണ്ട്. ഇനി നിന്റെ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? നിനക്ക് വിളിച്ചു പോവാം. ആരുമില്ല, ആർക്കൊരു സൽക്കാരത്തിന് പോയതാ. ആരുമില്ലെന്ന് ചുമലൊരുക്കിക്കൊണ്ട് പറഞ്ഞവൾ. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചുറ്റിലും നോക്കി ഹരി. വീണ്ടും ആംബുലൻസിന്റെ സൈറൺ പോലെ അലറാൻ തുടങ്ങിയവൾ. അയ്യോ അച്ഛാ, ഏട്ടാ! പെട്ടെന്ന് ഹരി അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലായി ചേർത്ത് വെച്ചു. അവളുടെ മേൽ ചുണ്ടിനെയും കീഴ് ചുണ്ടിനെയും മാറി മാറി നുണയാൻ തുടങ്ങി. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ശിശിരയുടെ കണ്ണുകൾ ബുൾസൈ പോലെ തള്ളി വന്നു.
ആദ്യം പതിയെ തുടങ്ങിയ ചുംബനം പിന്നീട് അതിന്റെ വന്യതയിലെത്തിയിരുന്നു. അവളുടെ ചുണ്ടിന്റെ മാധുര്യത്തിൽ അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. തന്റെ നാവിൽ അവളുടെ ചോരയുടെ രുചി അറിഞ്ഞതും അവളുടെ ചുണ്ടുകളെ അവൻ മോചിപ്പിച്ചു. ഭൂമി തനിക്ക് ചുറ്റും കറങ്ങുന്ന പോലെ തോന്നി ശിശിരക്ക്. അവളുടെ കിളിപോയ നിൽപ്പ് കണ്ട് അവന് പേടി തോന്നി. ദൈവമേ, ഒന്നാതെ ഒരു കിളിപോയ മുതലാ, അതിന്റെ കൂടെ ഉള്ളുകിളിയും കൂടി പറന്നുപോയോ? ഹരി സ്വയം ചോദിച്ചു പോയി. നീ അവളെ നോക്കി ഹരി അലറി. പോയ പോകാൻ തിരിച്ചു വന്ന ശിശിര അവനെ തന്നെ മിഴിച്ചു നോക്കി. ഇത്രക്കാരനായിരുന്നോ? എട്ടും പൊട്ടും തികയാത്ത ഒരു പാൽക്കാരൻ പയ്യനെ, അല്ല പാൽക്കാരി പെണ്ണിനെ, പാവപ്പെട്ടൊരു പെണ്ണിനെ പിടിച്ച് ഉമ്മക്കാൻ. അതും സാധാരണ ഉമ്മയല്ല, ഒരുമാതിരി പട്ടി കടിച്ച പോലെ ഉമ്മക്കാൻ തനിക്ക് എങ്ങനെ തോന്നിയണോ? മുറിഞ്ഞിരിക്കുന്ന തന്നെ ചുണ്ടിലേക്ക് തൊട്ടുകൊണ്ട് ശിശിര വിലപിച്ചു. ശരിയാ, ഞാൻ നിന്നെ ഉമ്മ വെച്ചു. എനിക്ക് നിന്നോട് പ്രണയമായതുകൊണ്ട്, നീ എന്റേതാണെന്ന് ഉറപ്പിച്ചുകൊണ്ട്. ഗൗരവത്തോടെ അവൾ നോക്കി പറഞ്ഞു ഹരി. വെയിറ്റ്. വീണ്ടും അവൻ പറഞ്ഞൊന്നുകൂടി റിവൈൻഡ് ചെയ്ത് ശിശിര. പ്രേമോ? നിങ്ങൾക്ക് എന്നോടോ? ചെകുത്താൻ കുരിശ് കാണുന്ന പോലെ ആയിരുന്നോ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ കലിപ്പ് കയറിയിരുന്നു? നിങ്ങൾക്ക് എന്നോട് എപ്പോൾ പ്രേമം തുടങ്ങി? ഇരുകൈയും മാറിൽ പിണച്ച് കെട്ടിക്കൊണ്ട് അവൾ ചോദിച്ചു. എനിക്ക് നിന്നെ പണ്ടേ ഇഷ്ടമായിരുന്നു, നിനക്കത് മനസ്സിലായില്ലെന്ന് മാത്രം. എല്ലാവരോടും ക്ലോസ് ആയിരുന്നു, നീ എന്നോട് മാത്രം ദേഷ്യം കാണിച്ചു, വഴക്കിട്ടു. പിന്നെ എൻ്റെ വിഷയം മാത്രം പഠിക്കത്തുമില്ല. നീ എന്നെ അവഗണിച്ച് സഹിക്കാൻ കഴിയാത്തോണ്ടാ ഞാൻ അങ്ങനെയൊക്കെ നിന്നോട് പെരുമാറിയത്. ഹരി പരിഭവത്തോടെ പറഞ്ഞു. എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞു, ഇനി നീ പറ, നിനക്കെന്നെ ഇഷ്ടമാണോ? എനിക്ക് നിങ്ങളെ ജീവനാ. അവന്റെ ചോദ്യം കേട്ട പാതി കേൾക്കാത്ത പാതി അവൾ ചാടി കയറി പറഞ്ഞു. നീ എന്നെ പറ്റിക്കുന്നില്ലല്ലോ? വിശ്വാസം വരാതെ അവൻ ചോദിച്ചു. അല്ല മനുഷ്യ, സത്യം. ഞാൻ പണ്ടേ നിങ്ങളെ വളക്കാൻ നോക്കിയതാ. നിങ്ങളുടെ ജാട കണ്ടപ്പോൾ നിരാശയോടെയാണെങ്കിലും നിങ്ങളെ മറക്കാൻ ശ്രമിച്ചു. പക്ഷെ നിങ്ങളെന്ന് എന്നെ വേദനിപ്പിച്ചപ്പോൾ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ, കെട്ടുന്നെങ്കിൽ നിങ്ങളെ മാത്രമാണെന്ന്. എന്നോട് ചെയ്തതിനൊക്കെ എന്നെ സഹിച്ചു ജീവിതകാലം മുഴുവൻ. അവനെ നോക്കി ചെറിയൊരു നാണത്തോടെ പറഞ്ഞവൾ. നിന്നെ സഹിക്കാൻ ഞാൻ തയ്യാറാണെങ്കിലോ? അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് നിന്നെ. അത്രയും പറഞ്ഞ് ഹരി അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ശിശിര വരാൻ താമസിക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് എന്തു പറ്റിയെന്നറിയാനായി അകത്തേക്ക് കയറി വന്നതായിരുന്നു അഞ്ജു. നോക്കുമ്പോൾ കാണുന്ന പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഹരിയെയും ശിശിരയുമാണ്. എന്റെ ദേവി, ഇതിപ്പോ എന്താ കഥ? എനിക്ക് ഭ്രാന്തായതാണോ? നാട്ടുകാർക്ക് മുഴുവൻ ഭ്രാന്തായതാണോ? പരസ്പരം പൂരുവഴികളെ പോലെ നിന്നിരുന്ന ഇതുകൾ ഒന്നിച്ചോ? ആ കാഴ്ചയാണ് നെഞ്ചത്ത് കൈവച്ച് പോയി അഞ്ജു. അവിടെ അലർച്ചയിൽ പരിസരബോധം വന്ന രണ്ടും അകന്നു മാറി. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും, ഇപ്പോഴും അടയും ശർക്കരയും പോലെ. രണ്ടിനെയും നോക്കി കളിയാക്കിക്കൊണ്ട് അഞ്ജു പറഞ്ഞു. അഞ്ജുവിനെ നോക്കാൻ ആയിരിക്കും നല്ല ചമ്മല് തോന്നി. ശിശിരക്ക് പിന്നെ പണ്ടേ ആ വക കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. സാറേ, ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അഞ്ജുവിന്റെ ആ സാറേവിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ശിശിര പറയും. ചമ്മലോട് അഞ്ജുവിനോട് പറഞ്ഞുകൊണ്ട് കണ്ണുകൾ കൊണ്ട് ശിശിരയോട് യാത്ര പറഞ്ഞവൻ അവിടുന്ന് പോയി. നീ അങ്ങേരെ കെട്ടി അങ്ങേട്ട് 5 പിള്ളേരെ പ്രസവിക്കുന്നു പറഞ്ഞപ്പോ കാര്യങ്ങൾ ഇത്ര ഫാസ്റ്റായിട്ട് നടക്കുന്നു ഞാൻ കരുതിയിരുന്നില്ല. കെട്ടിപ്പിടിച്ച് നിൽക്കുക രണ്ടും. ഇങ്ങനെ പോയ ഈ കോളേജിൽ നിങ്ങൾ രണ്ടും കൂടി ഒരു മണിയറാക്കുമല്ലോടി. അഞ്ജു ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും നിനക്ക് എന്നോട് പറയായിരുന്നു കേട്ടോ. അഞ്ജു സങ്കടത്തോടെ പറഞ്ഞു. എടി, അങ്ങേർക്ക് എന്നോട് പ്രേമാണെന്ന് ഞാൻ പോലും ഇന്നലെ അറിയുന്നേ. സത്യം. അഞ്ജുവിന്റെ തുടിച്ചോട്ടത്തിൽ ദയനീയമായി പറഞ്ഞു ശിശിര. അല്ലടി, നിന്റെ ചുണ്ടിന് ഇത് എന്ത് പറ്റിയതാ? ഒരു അടക്കൂമ്പിയ പോലെ. അപ്പോഴാണ് ചോരൊണങ്ങിയിരിക്കുന്ന ശിശിരയുടെ ചുണ്ട് അഞ്ജു ശ്രദ്ധിക്കുന്നത്. നാണത്തോടെ ചുണ്ടിലേക്കും തൊട്ടു ശിശിര. കഴിഞ്ഞല്ലേ? എന്ത് ലോക്ക്? ലിപ് ലോക്ക് ചെറുതായിട്ട്. എനിക്കും വേണം ലിപ് ലോക്ക്, അഞ്ജു വാശിയോടെ പറഞ്ഞു. പോടി, സാർ എനിക്ക് മാത്രമേ തരൂ, ഞാൻ സമ്മതിക്കൂല. നിഷേധാർത്ഥത്തിൽ തലവെട്ടിച്ച് ശിശിര. ഇതേ പെണ്ണെ, ഞാൻ പെടങ്ങ് വെച്ചെന്നാണ്ടല്ലോ. ഞാൻ എൻ്റെ ശരത്തേട്ടൻ്റെ ലിപ് ലോക്കിനെ പറ്റിയാ പറഞ്ഞു. എനിക്കും ലോക്കണം ആ ലിപ്പില്, ലിപ്പു. നാളത്തോടെ നങ്കടിച്ചുകൊണ്ട് പറഞ്ഞു അഞ്ജു. അതാണോ? എന്റെ ചേട്ടൻ റൊമാൻസിന്റെ കാര്യത്തിൽ പുലിയാ, പുള്ളിപ്പുലി. പുറമേ ചിരിച്ചു അകമേ കരഞ്ഞു പറഞ്ഞു ശിശിര. ലിപ് ലോക്ക് കോപ്പ്, ലോക്ക് എന്താണെന്നറിയാത്തവനാ. അങ്ങനെയുള്ള അവനോട് ഇവള് പോയി ലിപ് ലോക്ക് ചോദിച്ചാൽ വേണമെങ്കിൽ വീടിന്റെ ലോക്ക് വരെ എടുത്തു കൊടുക്കുന്നവനാ. എന്നാ പാടി, നേരെ നിന്റെ വീട്ടിലേക്ക് പോവാം. ശരത്തേട്ടാ ഡാർലിംഗ്, ഐ ആം കമ്മിങ്. ശിശിരയുടെ കയ്യും വലിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി അഞ്ജു. കർത്താവേ, ഒന്നും അറിയാത്ത നിഷ്കളങ്കനായ എൻ്റെ ഏട്ടനെ ഈ കശ്മലയുടെ കയ്യിൽ നിന്ന് നീ കാത്തുകൊള്ളണമേ, ആമേൻ. മുന്നിൽ കാണുന്ന പള്ളിയിലേക്ക് നോക്കി ശരത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ശിശിര. നമുക്കും പ്രാർത്ഥിക്കാം ശരത്തിന് വേണ്ടി. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.